ഹലോ, ഇന്നത്തേത് ഉച്ചയൂണിൻ്റെ പരിപാടികളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മീൻ കറിയാണ് വെക്കാൻ പോകുന്നത്. മീൻ തേങ്ങ അരച്ച് വെക്കാനാണ് പോകുന്നത്. ഞാൻ സാധാരണ തക്കാളി ഇതുപോലെ തോല് കളഞ്ഞിട്ടാണ് മുറിച്ചിടാറുള്ളത് കേട്ടോ. അങ്ങനെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും. എരിവൊന്നും അധികം ഇടാറില്ല, കാരണം എൻ്റെ മോള് എരിവാണെന്ന് പറഞ്ഞിട്ട് കറിയെല്ലാം കൂട്ടാണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ എരിവ് ഇടാറുള്ളൂ. അങ്ങനെ തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, ഇഞ്ചിയും ചെറുതായി മുറിച്ച്, പച്ചമുളക് ഇട്ട് ഞാൻ മൺചട്ടിയിലാണ് മീൻകറി വെക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവാൻ വെക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമുള്ള ഒരു പുളി കഴുകിയിട്ട് അത് കുതിർക്കാൻ വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചും കൂടി കൊടുക്കുക. മത്തിയാണ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ സാധാരണ നമ്മൾ മീൻ വാങ്ങൽ കുറവാണ്, പക്ഷേങ്കിൽ നല്ല മീനൊന്നും ആയിരിക്കില്ല, അതുകൊണ്ടാണ് വാങ്ങാത്തത്. പക്ഷേങ്കിൽ ഇത് കുറച്ച് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഭയങ്കര മുള്ളൊക്കെ ആയിരുന്നു. നാട്ടിലുള്ള അതേപോലെയുള്ള മത്തിയൊന്നുമല്ല ഇത്. അങ്ങനെ പുളി ഒഴിച്ചിട്ടുണ്ട്. മത്തി ഇട്ടതിന് ശേഷം പുളി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ചുറ്റിക്കുക. മീൻ ഉടഞ്ഞു പോകുന്നതായിട്ടാണ് ഇങ്ങനെ ചട്ടി വെച്ചിട്ട് ചുറ്റിക്കുന്നത്. തേങ്ങയും ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇത് വെന്ത് വന്നതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് അരപ്പും കൂടി ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്, കുറച്ച് നേരം വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക, പച്ച വെളിച്ചെണ്ണയും ഇതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓഫാക്കിയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പേരിക്ക് ചീരയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചീര മുറിച്ചിടുന്നുണ്ട്. ചീര കുറേ നേരം വെള്ളത്തിലെല്ലാം വെച്ചിട്ടാണ് മുറിച്ചിടുന്നത്. പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇതിൻ്റെ പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, വീഡിയോ മിസ്സായി പോയി. അതുകൊണ്ടാണ് ചീര വെന്ത് വരുന്ന സമയത്ത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിയും ചീര ഉപ്പേരിയും പച്ചടി ഉണ്ടാക്കിയതുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.